يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم للخلق كلهم. ഏറ്റവും ബഹുമാന ആദരവുകൾ നിറഞ്ഞ കുളത്തുപുഴ മുസ്ലിം ജമാഅത്തിന്റെ പ്രസിഡന്റ് ജാഫർ ഹാജി സാഹിബ് അവറുകൾ, ഇവിടുത്തെ മുദരിസായ പ്രിയപ്പെട്ട താജുദ്ദീൻ ഉസ്താദ് അവറുകൾ, ഹമ്മാദ് ബാഖവി ഉസ്താദ് അവറുകൾ, കുളത്തുപുഴ സലീം സാഹിബ് അവറുകൾ, ഈ നാടിന്റെ എല്ലാമായ പ്രിയപ്പെട്ട അഷ്റഫ് ഉസ്താദ് അവറുകൾ, മറ്റു വേദിയിലും സദസ്സിലുമുള്ള സഹോദരങ്ങൾ, ഉലമാക്കൾ, മുതഅല്ലിമീങ്ങൾ, അല്ലാഹു തആല നമ്മെ എല്ലാവരെയും ദുനിയാവും ആഖിറവും വിജയിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അന്തിമ ഈമാനോടെ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുശറഫായ മുഖം കണ്ടുകൊണ്ട് മരണവേദന മറന്നു മരിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിലും മുഹബ്ബീങ്ങളിലും അല്ലാഹു തമ്പുരാൻ ഈ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല അർത്ഥഗർഭമായ മദീനയിലോട്ട് നമ്മുടെ മനസ്സുകളെല്ലാം ചലിക്കുന്ന അനുഗ്രഹീതമായൊരു ഭാഷ. ഇനിയൊരു ഭാഷണം അധിക പ്രസംഗമാകാനേ വഴിയുള്ളൂ എന്ന് എനിക്ക് അറിയാം. എങ്കിലും അതിനോട് ഒത്തുപിടിച്ച് ഒന്ന് രണ്ട് വാക്കുകൾ പറഞ്ഞ് ഞാൻ നിർത്തുക. നമ്മുടെ വീട്ടിൽ ഒരു അതിഥി വന്നാൽ പള്ളിയിലെ ഇമാമോ മുദരിസോ ഒക്കെ കടന്നു വരുവാണ്. അതെങ്കിൽ നമ്മുടെ നാട്ടിലെ ഒരു MLA വരാണ്, വലിയ ഒരു സാധാത്യങ്ങളിൽപ്പെട്ട ആരെങ്കിലും വരുവാണ്, എങ്കിൽ വലിയ കാര്യപ്പെട്ട ഒരു ആലിമ വരുവാണ്. നമ്മൾ എന്താ ചെയ്യാ? വീടൊക്കെ ഒന്ന് വൃത്തിയാക്കും അല്ലേ? മണ്ടായിരിക്കും, വൃത്തിയാക്കൂലേ? വൃത്തിയാക്കും. അപ്പൊ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കും. നമ്മുടെ മക്കളും മറ്റുമൊക്കെ സിറ്റ് ഔട്ടിലും ഹാളിലും ഒക്കെ സിറ്റിയിലൊക്കെ ഇട്ടിരിക്കുന്ന ഡ്രസ്സുകളും ബുക്കുകളും ഒക്കെ പുറക്കി മാറ്റും അല്ലേ? മേറ്റൊക്കെ ഒന്ന് തട്ടിക്കുടഞ്ഞിടും. വീടൊക്കെ ഒന്ന് അലങ്കരിച്ച് സുന്ദരമാക്കി ഒന്ന് നിർത്തും. വാഷ് ബേസിനൊക്കെ കഴുകും. അത് എടുത്തു പറയണം, കാരണം നമ്മളെ ഉമ്മമാരെ തൊടാതൊരു സാധനം അതാ. അപ്പോ ഇതെല്ലാം നമ്മൾ ചെയ്ത് കാത്തിരിക്കും നമ്മുടെ അതിഥിയെ ഒന്ന് സ്വീകരിക്കാൻ. ഞാനിവിടെ കടന്നു വരുമ്പോ അള്ളാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നല്ല ഇമ്പമാർന്ന അതിഥികളാ പറയണത്. പരിശുദ്ധമായ റബീഉ ഈ വർഷം നമ്മളിലേക്ക് ആഗതമായി. ആ റബീഇനോടനുബന്ധിച്ചുകൊണ്ട് കുളത്തൂപ്പുഴ മുസ്ലിം ജമാഅത്തിന്റെ കീഴിൽ നല്ല സുന്ദരമായ റബീഇന്റെ പ്രഭാഷണങ്ങളും ദുആ മജ്ലിസുകളും നടന്നു. നമ്മുടെ ഈ ഏരിയയൊക്കെയും നല്ല സുന്ദരമായ കളർ ബൾബുകളാൽ തോരണങ്ങൾ തൂക്കി കണ്ണിനിമ്പമായി എല്ലാം നമ്മൾ ചെയ്തു. ഇവിടെ ഇരുന്ന് ഞാനൊരു ചോദ്യം ചോദിച്ചാൽ, അല്ലാഹുവേ, മരിക്കുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും എന്റെ മദീനയുടെ മണവാളൻ നബി മുഹമ്മദ് മുസ്തഫ, അത് മാത്രം പോരാ, ഉറക്കം പറയും, സയ്യിദുനാ റസൂലുള്ളാഹി, ആ മുത്തിനെ ഒരു നോക്ക് കാണാതെ മരിപ്പിക്കല്ല അല്ലാഹ്. ഈ ഒരു ആഗ്രഹമുള്ളവരെന്ന് കൈവയ്ക്കാണ്. എല്ലാവരും വലിയ ഉഷാറാണ്. ഒരൊറ്റ ചോദ്യം ചോദിക്കട്ടെ. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിൽ വരുന്ന അതിഥിക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന തയ്യാറെടുപ്പിന്റെ ഏതെങ്കിലും ഒന്ന് ഈ പരിശുദ്ധമായ റബീഉ വരുമ്പോ, റബീഉ മാസം കേവലം റബീഉൽ അവ്വൽ നമ്മൾ തള്ളിയാ പോരാ. ലോകത്ത് അല്ലാഹുവിന്റെ പ്രപഞ്ചത്തിൽ അല്ലാഹു തമ്പുരാൻ ഏറ്റവും വലിയ ലാഭം, ഏറ്റവും വലിയ മഹത്വം, ഏറ്റവും വലിയ സമ്മാനം തരാൻ അല്ലാഹു തമ്പുരാൻ തീരുമാനിച്ച, നമ്മളൊക്കെ വീട് വെക്കാൻ നേരത്തെ ഡേറ്റ് നോക്കും, മാസം നോക്കും, പക്ഷേ അല്ലാഹു തമ്പുരാൻ ലോകത്ത് പടുത്തുയർത്താൻ പടച്ച തമ്പുരാൻ തീരുമാനിച്ചു തിരഞ്ഞെടുത്ത അനുഗ്രഹീതമായ ഒരു മാസമാണ് പരിശുദ്ധമായ റബീഉ. നമ്മുടെ മുത്തുനബിക്ക് വേണ്ടി അല്ലാഹു തിരഞ്ഞെടുത്ത മാസം, ആദ്യ വസന്തം. ഈ മാസം കടന്നു വരുമ്പോ മരിക്കുമ്പോ ഹബീബ് റസൂലുള്ളാഹ്, അല്ലാഹുവേ, കണ്ടെന്ന് മരിക്കാനുള്ള ഭാഗ്യം തരണേ അല്ലാഹ്.
എപ്പോഴും ആശിക്കാറുണ്ട്, എപ്പോഴും കൊതിക്കാറുണ്ട്, എപ്പോഴും ദുആ ചെയ്യാറുണ്ട്. പക്ഷേ തങ്ങളെവിടെ നിന്നിട്ട് ഇന്നിന്റെ പരിശുദ്ധമായ റബീഅ് കഴിയുമ്പോ ഇതാ റബീഉൽ അവ്വൽ 15-ന് വേണ്ടി 16-ന് വേണ്ടി തിങ്കളാഴ്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹമെന്ന ഹൃദയത്തിലോട്ട് ഏറ്റുപിടിക്കാൻ, ആ പ്രണയത്തിന്റെ ഒരംശം മനസ്സിൽ നിന്ന് സ്വീകരിക്കാൻ എന്ത് തയ്യാറെടുപ്പാണ് നമ്മൾ ചെയ്ത്? ഒന്ന് ചിന്തിക്കും. എന്റെ മുത്ത് നമ്മൾ വീട്ടിൽ മൗലിദ് തുടങ്ങിയോ? 12 വരെ മൗലിദ് ഓതാൻ തീരുമാനിച്ചോ? ഇനി അതല്ല, നമ്മുടെ മക്കൾക്ക് ഓരോ ദിവസവും വൈകുന്നേരം 10 സ്വലാത്തിൽ അമ്മമാര് തീരുമാനിച്ചോ? അങ്ങനെ തീരുമാനിക്കുക. സീരിയൽ ഒഴിഞ്ഞിട്ടല്ലേ വലാത്തില്ലുണ്ട് അല്ലേ? അള്ളാഹു കാക്കട്ടെ. തീരുമാനിച്ചോ? പോട്ടെ. എന്റെ ജീവിതത്തിൽ എന്റെ മുത്തുനബിക്ക് ഇഷ്ടപ്പെട്ടത് എന്താണ് എന്ന് ഒരു അന്വേഷണം നടത്താൻ നിങ്ങൾ തീരുമാനിച്ചു. ഈ റബീഅ് എത്രയോ വർഷം കടന്നുപോയി. 30, 40, 50, 60, 70 ഒക്കെ വയസ്സുള്ളവരെ ഞാൻ കാണുക. എന്റെ 70ാമത്തെ പിറന്നാളെന്ന് പറയുമ്പോ അഹങ്കാരത്തോടാണ് നമ്മൾ പറയാ. പക്ഷേ ശരിക്കും പിറന്നാളെന്ന് പറയുന്ന അള്ളാഹു നമുക്ക് ഈ ദുനിയാവിലും ജീവിക്കാൻ തന്ന വർഷത്തിൽ ഒന്ന് കുറയല, കൂടുതലല്ല. നമ്മൾ അങ്ങനെ മനസ്സിലാക്കാം. ആയുസ് കൂടുമ്പോ നമ്മൾ പറയാ ആയുസ് കൂടുന്നാ പറയാ, ശരിക്കും ആയുസ് കുറയാണ്. അങ്ങനല്ലേ? പുറത്തുപുഴ ഓപ്പോസിറ്റ് ആണോ? അല്ല, ആയുസ് ശരിക്കും കുറയുവാണ്. ചിലപ്പോ അടുത്ത 71-ലോ 42-ലോ 43-ലോ ഒക്കെ അള്ളാഹു നമ്മുടെ അജല് നിശ്ചയിച്ചിട്ടുണ്ടാകും. 40 ആകുമ്പോ നമ്മളിവിടെ തുള്ളിച്ചാടും, 40 വയസ്സ് കടന്നല്ലോ, വയസ്സായി പോയല്ലോ എന്ന് സങ്കടം വരും. അപ്പോഴാണ് കറുത്ത മൈലാഞ്ചിയുടെയും വെളുത്ത മൈലാഞ്ചിയുടെയും ഒക്കെ പിന്നാലെ പോണേ. ഹജ്ജിന് പോയിട്ട് ആരെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ദിവസം എയർപോർട്ടിൽ പോയി കണ്ടോളണം. നല്ല വെളിവെള്ളാഴിഞ്ഞിറങ്ങും, പിറ്റേന്ന് രാവിലെ കറ പുറത്തിറങ്ങും. കാരണം എന്താ? വയസ്സാവാൻ മടിയ. അള്ളാഹു കാക്കട്ടെ. ഈ മുത്ത് ഹബീബിന്റെ പരിശുദ്ധ റബീഅ് കടന്നു വരുമ്പോ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ മക്കളെ പിറന്നാള് വരുമ്പോ, വാപ്പാന്റെ പിറന്നാള് വരുമ്പോ, വിവാഹ വാർഷികത്തിന് എന്തെല്ലാം സമ്മാനങ്ങളാ നമ്മൾ വാങ്ങിക്കൊടുത്ത്, എന്തെല്ലാം പരിപാടികളാ നിശ്ചയിച്ച്. ഇതെല്ലാം വലിയ പുണ്യമാണെന്ന് പറയാനല്ല ഞാൻ പറയുന്നത്. മറിച്ച് ഹബീബ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ റബീഅ് കടന്നു വരുമ്പോ ഈ വർഷം അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ എന്റെ മുത്തുനബിക്ക് എന്ത് സമ്മാനാ നിങ്ങൾ കൊടുക്കാൻ കാത്തിരിക്കണേ? അള്ളാന്റെ റസൂലിന്റെ പരിശുദ്ധമാണ് തിങ്കളാഴ്ച 12 കടന്നു വരുമ്പോ നമ്മുടെ മക്കള് കൂലൂത്ത് കബീറിന്റെ മന്ത്രധ്വനികളുമായി തെരുവുകളിറങ്ങുമ്പോ അള്ളാന്റെ റസൂലിന് പിറന്നാൾ സമ്മാനം കൊടുക്കാറ്. ഇത്രയും കാലം അള്ളാന്റെ റസൂലിന്റെ സ്വലാത്ത് ചൊല്ലി ജീവിച്ച എന്തേ മുസ്ലിമേ നിനക്ക് കഴിയാതെ പോകുന്നത്? എന്ത് പറഞ്ഞ സമ്മാന മുത്തുനബിക്ക് കൊടുക്കാം? അള്ളാഹുവേ, എന്റെ മുത്തുനബിക്ക് ഇഷ്ടപ്പെട്ട ഒരൊറ്റ കാര്യം എന്റെ ജീവിതത്തിൽ നിന്ന് ഇന്ന് ഞാൻ തുടങ്ങാം എന്ന് തീരുമാനിക്കാനാക്കാൻ കഴിയാത്ത നിങ്ങൾ അന്വേഷിച്ചോ? ഉമ്മമാരോട് ഞാൻ പറയാം, നമുക്കെല്ലാം അറിയാം. എങ്കിലും നമ്മുടെ മക്കളെ മദ്രസയിലെ സീറയോ അതല്ലെങ്കിൽ മുത്തുനബിയിലെ ഒരു ചെറിയ ജീവചരിത്രമെങ്കിലും ഈ റബീഇലൊന്ന് ഒരുമിച്ചിരുന്ന് വായിക്കാൻ കഴിയണം. അള്ളാഹു ഭാഗ്യം തരട്ടെ, അള്ളാഹു ഭാഗ്യം തരട്ടെ, അള്ളാഹു ഭാഗ്യം തരട്ടെ. ചെയ്യോ? അള്ളാഹുവിന്റെ റസൂലിന്റെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാ? ഭക്ഷണങ്ങള്. മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറയാ, ഒരു തയ്യൽക്കാരൻ വന്നുകൊണ്ട് മുത്തുനബിയെ ഭക്ഷണത്തിന് വിളിക്കാം. തന്റെ വീട്ടിൽ വിരുന്നിനെ വിളിച്ചു. അല്ലാഹുവിന്റെ റസൂലിനൊപ്പം ഞാൻ കടന്നുപോയി. ആ മനുഷ്യൻ നല്ല ഗോതമ്പിന്റെ പത്രി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല ഉണക്ക ഇറച്ചിയും, ചുരങ്ങാന്ന് പറയും, ചുരക്കാന്നും പറയും. ഇവിടെ എന്താ പറയണേ? ചുരക്ക. സംഗതി മനസ്സിലായ? ആ ചുരക്കയും ഇട്ടുകൊണ്ട് അല്ലെങ്കിൽ ചുരങ്ങയും ഇട്ടുകൊണ്ട് നല്ല കറിയും ഉണ്ടാക്കി കൊണ്ടുവെക്കാം. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ എന്ത് ചെയ്തു? തന്റെ വിരളെന്നെടുത്തു, കടിച്ചു നോക്കിയപ്പോ കറിയുടെ ടേസ്റ്റ് മനസ്സിലായി. അല്ലാഹുവിന്റെ റസൂൽ ആ കറിയിൽ ഇങ്ങനെ കൈയിട്ട് വിരലിട്ടിളക്കാൻ തുടങ്ങി. അനസ് തങ്ങൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, പീസാണെങ്കിൽ പച്ച ഇറച്ചിയല്ല ഉണക്ക ഇറച്ചിയാണ് മുത്തുനബിക്ക് കിട്ടുമായിരുന്നു. പക്ഷേ ആ കറിയിൽ എന്തേ നബി മുഹമ്മദ് മുസ്തഫ
പോര സയ്യിദുൽ വറാ ത്വാഹ റസൂലുള്ളാഹി നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നു, നബിയെ അവിടെ എന്താ അന്വേഷിക്കുന്നത്, അവിടെ എന്താണ് തിരയുന്നത്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അനസേ ഞാൻ അന്വേഷിക്കുന്നത് ചുരങ്ങയാണ്, അതിട്ട കറി എനിക്ക് വലിയ ഇഷ്ടമാണ്. ഇത് പറഞ്ഞിട്ട് മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറയാ, ആ നിമിഷം മുതൽ ഞാൻ ചുരങ്ങയെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. എന്റെ വീട്ടിൽ എന്ത് മാംസം വെച്ചാലും ആ ചുരങ്ങ ഞാൻ ചേർക്കാറുണ്ട്. മഹാനായ സയ്യിദുനാ അനസ് റളിയല്ലാഹു അൻഹു. അത് അനസിനൊരു ഇഷ്ടമാണ്. കാരണം എന്താ? എന്റെ മുത്തുനബിക്ക് അത് ഇഷ്ടമാണെന്ന് അറിഞ്ഞാൽ പിന്നെ ഞാനത് ചെയ്യാറുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മളെ വീട്ടിൽ ഇറച്ചിക്കറി വയ്ക്കുമ്പോ ചുരങ്ങ ഇടുവോ? സാമ്പാർ വെച്ചിട്ട് മര്യാദ കഴിക്കില്ല, പിന്നെ ഇറച്ചിട്ട് കൂടെ ചുരങ്ങ ഇട്ട ഇല്ലേ? ഇറച്ചിക്കറിക്ക് മാറ്റുകൂടെ ഉള്ളൂ. അതാ മുത്തുനബി ശൈലി. ഇട്ട് നോക്ക്. എന്റെ വീട്ടിൽ എല്ലാ മാസവും കുത്തുബിയത്തുണ്ട്, ചുരങ്ങയിട്ടേ കറി വയ്ക്കാറുണ്ട്. മുത്തുനബിയുടെ ഒരു സുന്നത്ത് നമ്മുടെ ജീവിതത്തിൽ. ഈ ചുരങ്ങ വലിയ അത്ഭുതം കേട്ടോ. ഷുഗർ പേഷ്യന്റിന് ശരിക്കും രാവിലെയും വൈകിട്ടും പച്ച ചുരങ്ങ അടിച്ച് ജ്യൂസ് കുടിച്ചാൽ എത്ര വലിയ ഷുഗറും പോകും. ഷുഗർ മാത്രമല്ല, ഷുഗർ കൂടിയിട്ട് ക്രിയാറ്റിൻ കൂടി നിൽക്കുന്ന ആളുകൾക്ക് ഡോക്ടർമാർ വിട്ടവർക്ക് കൊടുത്തു ഒരാഴ്ച കൊണ്ട് റിസൾട്ട് മാറും, പോയിന്റ് മാറും. മുത്തുനബി കൈവച്ച ഒരു ഭക്ഷണമാണ്. അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ, അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. ചുരങ്ങ ചില്ലറക്കാരനല്ല. ഷുഗറിനും കൊളസ്ട്രോളിനും ഒക്കെ ഉപയോഗിക്കുക, കുടിക്കാൻ ഒരു ചുരുക്കുമില്ല. കാരണം എന്താ? മുത്തുനബി തൊട്ട ഭക്ഷണമാണ്. അറപ്പുണ്ടാവൂല. ഇനി ഇല്ലെങ്കിൽ അല്പം ഉപ്പൂടെ ചേർത്താലോ സുന്ദരമായി നല്ല കക്കരിക്ക ജ്യൂസ് കുടിക്കും പോലെ കുടിക്കാം. അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. അപ്പോ ഈ പരിശുദ്ധ റബീഇന്റെ മുത്തുനബിക്ക് ഒരു പിറന്നാൾ സമ്മാനം നിങ്ങൾ തീരുമാനിക്കണം. അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു സുന്നത്ത് ഞാൻ പതിവാക്കുമെന്ന് തീരുമാനിക്കും. അള്ളാഹു ഭാഗ്യം തരട്ടെ, അള്ളാഹു ഭാഗ്യം തരട്ടെ. എല്ലാരും ഒന്ന് ചെരിപ്പഴിച്ചിട്ടാണ്. മുത്തുനബിയുടെ ഒരു സുന്നത്തിനും ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ ആയാത്തക്കം പോവാം അല്ലെ? ഏത് കാര്യം തുടങ്ങുമ്പോഴും വലതുകൊണ്ട് മുന്തിക്കൽ സുന്നത്താണ് അല്ലെ? അങ്ങനല്ലേ? ഈ മനുഷ്യന്മാരൊന്നും ഉണ്ടായിരിക്കുന്നു ആന്ന്. അപ്പൊ കാലെങ്ങനെ ഇടണം? നമ്മൾ ആദ്യം ചെരുപ്പിടുമ്പോ സ്വാഭാവികമായി നമ്മൾ ചിന്തിക്കാറില്ല, സ്വാഭാവികമായി ഇബ്ലീസിന്റെ ഒരു കടന്നു കയറ്റുണ്ടാവും. നമ്മൾ വന്നാൽ ചിലപ്പോൾ വലത് കാലിടും, ചിലപ്പോൾ ഇടത് കാലിടും. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. പക്ഷെ ഏറ്റവും കൂടുതൽ നമ്മൾ ആദ്യം ഇടുന്നത് ഇടത് കാലായിരിക്കും, വലത് കാലാവൂല. പഠിച്ചോ? ഞാൻ പഠിച്ചതാ പറഞ്ഞ, പഠിച്ചു നോക്ക്. സ്വാഭാവികമാണെങ്കിൽ വലവൻ വലത് തന്നെ ഇടണം, ഇടവൻ ഇടത് വിടും അല്ലെ? ഇനി അതല്ലെങ്കിൽ മാറിയും തിരിഞ്ഞും വരാം. പക്ഷെ ഇത് ഇടതേ സൂക്ഷം വരുള്ളൂ. നമ്മളെ പള്ളിയിൽ നിന്ന് ഇറങ്ങി ചെരുപ്പിട്ട് നോക്ക്, കറക്റ്റ് ഇടതേ ഇടുള്ളൂ. അപ്പൊ ബിസ്മിയും പറഞ്ഞു വലത് കാല് ചെരുപ്പിടണം അല്ലെ? ബിസ്മിയും പറഞ്ഞൊന്ന് വലത് കാല് ചെരുപ്പിട്ടെ അല്ലേ? നീ ഇടത് കാലം അതിന് വേറെ ഫാത്തി പോകുന്നു, ഇടി ഇടത് കാല്. റാത്തായില്ലേ? ഇനി അടുത്തെന്താ? ബിസ്മിയും പറഞ്ഞ് ആദ്യം ഏതഴിക്കണം? വലത് കാലം. വലതല്ലേ മുന്തിക്കാനുള്ളത്? അന്ന് വലത് കാലം അയച്ചാണ് അയച്ച എന്നാ ഇടത് അയച്ചാണ്. ഇനി ബിസ്മിയും പറഞ്ഞ് സുന്നത്തായ കാലം ഏതിടും നമ്മള്? എന്റെ പടച്ചോനെ, വലത് കാലം ആദ്യം ചെരുപ്പിട്ടാണ്. ഇനി ബിസ്മിയും പറഞ്ഞ് ഏത് കാലം ആദ്യം അഴിക്കും? നമ്മൾ നേരത്തെ അഴിച്ചത് അത് തെറ്റാണ്. ചെരുപ്പഴിക്കുമ്പോ ഇടത് കാല് വേണം ആദ്യം അടിക്കാൻ. ഇത് മുത്തുനബിയുടെ സുന്നത്താണ്. അങ്ങനെ ചെരുപ്പിടുമ്പോ ബിസ്മി പറഞ്ഞ വലത് കാല് കൊണ്ട് ധരിക്ക് അല്ലേ? അടിക്കുമ്പോ ഇടത് കാലിലാ തുടങ്ങേണ്ടത്. അങ്ങനെ ആ സുന്നത്ത്. അപ്പൊ ഇന്ന് മുതൽ ഇത് പതിവാക്കോ? ഇന്ന് മുതൽ ഈ സുന്നത്ത് ഈ വർഷത്തിന്റെ എന്റെ മുത്തുനബിയുടെ ഒരു പിറന്നാൾ സമ്മാനമായി കൊടുക്കാനുള്ളത് അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു സുന്നത്തിന് ഇത്തിബാ ചെയ്യല. അള്ളാഹു ഭാഗ്യം തരട്ടെ. നാളെ പള്ളിയിൽ വരുമ്പോ, കൊടുത്തുപുഴ പള്ളി വരുമ്പോ നിങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കണം കേട്ടോ. പള്ളിയിൽ എല്ലാ കാര്യം നോക്കി ചില ആൾക്കാരുണ്ട്, അങ്ങനെയുള്ള CCTV കുറിച്ചല്ല ഞാൻ പറയണേ. നല്ല ഉദ്ദേശത്തോടെ നോക്കി നിൽക്കുക. നമ്മളെ കൂട്ടുകാരൊക്കെ വരുമ്പോ
ആദ്യം വലത് കാലാണ് അഴിക്കണമെങ്കിൽ പറയണം, മോനെ അത് സുന്നത്തല്ല. പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോ വലത് കാലല്ലെങ്കിൽ പറയണം, വലത് കാലം ആദ്യം ഇടുക. നമ്മൾ എന്തായാലും ചെയ്യണം. ഒരു സുന്നത്തിനാൽ മുത്തുനബിയെ ആദരിച്ചതായി അല്ലാഹു ഭാഗ്യം തരട്ടെ. ഇന്നു മുതൽ ഉറപ്പായിട്ടും ശീലിക്കുമെന്നുള്ളവരൊന്ന് കൈവയ്ക്കാൻ. ഈ കൈവക്കൽ ഒരു പ്രതിജ്ഞ കേട്ടോ, അതായത് അല്ലാഹു ഭാഗ്യം തരട്ടെ. ചെയ്യുവോ? ഇന്ന് രാത്രി ഇവിടെ നേരെ വീട്ടിൽ പോകും. വീട്ടിൽ പോകുമ്പോ മിക്കവാറും അല്ലേ പടച്ചം തോപ്പിക്കുന്നത് ആദ്യം വലത് കാലേ അഴിക്കുള്ളൂ. അങ്ങനെ സംഭവിക്കാൻ പോണേ. നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ വാളാക്കിയിട്ട് ആടിപ്പാടി ഇങ്ങ് പോകുമ്പോ തീർന്നല്ല, ഞാൻ മഴയും കൂടെ ചാറിയാല് പറവറ ഊരിയിട്ട് ഒറ്റ ചാട്ടി കയറ്റൊഴിക്കും. അപ്പൊ വലത് കാല് അടിച്ചാൽ വീണ്ടും ബിസ്മിയും പറഞ്ഞിട്ട് വീണ്ടും ബോധത്തോടെ ഇടത് കാലടിച്ച് കേറാവും. അത് വാക്ക് പറയാൻ തയ്യാറുണ്ടോ? ഇൻഷാ അല്ലാഹ്. അല്ലാഹു ഭാഗ്യം തരട്ടെ, അല്ലാഹു ഭാഗ്യം തരട്ടെ, അല്ലാഹു ഭാഗ്യം തരട്ടെ. എന്തിനാണിത്? ഈ മുത്തുനബിയോട് ബന്ധമുണ്ടാക്കലാണ് ഈമാൻ നിലനിർത്താനുള്ള ഏറ്റവും വലിയ മാർഗം. അങ്ങനെയുണ്ട്. നമ്മളെ ചില ആളുകൾ 5 വഖത്ത് നമസ്കരിച്ചാലെല്ലാം തികഞ്ഞു പോയവരായി. ബന്ധങ്ങൾക്ക് വില കൊടുക്കില്ല. ബന്ധങ്ങൾക്ക് വില കൊടുക്കണം നമ്മൾ. അതുപോലെ ഇടപെടലുകൾക്ക് നിങ്ങൾ വില കൊടുക്കണം. 5 നേരവും പള്ളി കാണും അല്ലെ? എങ്ങനെ ഉണ്ടല്ലോ. സാധാരണ ഇപ്പം നാടന്മാര് പറയാൻ തുടങ്ങി, ഒരു കല്യാണ ആലോചന വന്ന ആദ്യമായിട്ട് ആൾ എവിടെ കയറണേ? നമ്മൾ കൊളത്തുപുഴ പള്ളിയിലെ ഒന്ന് കയറി അന്വേഷിച്ചിട്ടൊക്കെ പോവാന്ന് പറയും. പക്ഷെ ഇപ്പോ പറയും നിങ്ങൾ ദയവ് ചെയ്ത് പള്ളിയിലൊന്നും കയറില്ലെന്ന്. കാരണം അവിടെ എല്ലാം കുഴപ്പമാണ്. എന്താ കുഴപ്പം? ചില ആളുകൾ നല്ലവരെ പറയിപ്പിക്കാൻ ചിലതുണ്ടാവും, ഒന്നും പറയൂല. ഒരു പയ്യനെ കുറിച്ച് മറ്റേ റസാഖിനെ കുറിച്ച് ചോദിക്കും. റസാഖൊന്നും ഇവിടെ ഇല്ലല്ലോ, ഉണ്ടാ? അപ്പൊ പറയും റസാഖ് കുഴപ്പമില്ല, സൂപ്പർ പയ്യനാണ്, പോലീസിലൊക്കെ വലിയ പിടിപാടാ, കല്യാണത്തിലൊക്കെ മിക്കവാറും പോലീസ് നിറച്ച് കാണും. ഇങ്ങനെയൊക്കെ പറയാം. അല്ലെങ്കിൽ ചോദിക്കും വീട്ടിനകത്ത് വേറെ പൊട്ടക്കിണറൊന്നും ഇല്ലെന്ന് ചോദിക്കും. കാരണം അവനെ കെട്ടിച്ചതിനേക്കാളും വെട്ടിയതിനകത്താക്കിയ പോലെ. ഇതുപോലെ ചില ആളുകൾ ആ സ്വഭാവം ഒക്കെ കളഞ്ഞിട്ട്, കളയണമെങ്കിൽ എന്ത് വേണം? മുത്തുനബിയോട് ഇഷ്ടം വേണം. കാരണം മുത്തുനബിക്ക് അതൊന്നുമില്ല. അപ്പൊ ഈ പരിശ്രമം ചുരുക്കാണ്. പെടുന്നിടത്താണ് ദുആ ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബിയോടുള്ള ഹുബ്ബ് അല്ലാഹ് ഹൃദയത്തിൽ നിറയ്ക്കണേ. അല്ലാഹ് മരിക്കണേന് മുമ്പ് ഒരിക്കലെങ്കിലും മദീനയുടെ മണവാള് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മതിപരിപൂർണം കാണാൻ വിരികൂട്ടണേ. അല്ലാഹ് ഫതന്നബീന ഫീ ഖൽഖി വഫീ ഖുലുഖി വലം യുദാനുഹു ഫീ ഇൽമി വലാ കറമി മൗലായ لله من أبدا على حبيبك خير الخلق كلهم. അല്ലാഹുവിന്റെ റസൂൽ മുസ്ലിമിന്റെ ഏറ്റവും വലിയ പരിശുദ്ധമാണ് ഖുർആൻ പറഞ്ഞാൽ. മുസ്ലിമിന്റെ ഏറ്റവും വലിയ പ്രാമാണിക ഗ്രന്ഥമാണ് സ്വഹീഹുൽ ബുഖാരി. ആ ബുഖാരി ജനിച്ചുപോയ മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ റസൂലിനോട് ബന്ധമുള്ള മഹാനാണ്. അല്ലാഹുവിന്റെ റസൂലിനെ ഹൃദയത്തിൽ അങ്ങ് പ്രതിഷ്ഠിച്ചു പോയ ഇമാമുനാ ബുഖാരി റളിയല്ലാഹു തആല അവസാനം വഫാത്തിന്റെ വേളയിൽ കൊടുക്കുമ്പോ അവിടുന്ന് രചിച്ചു പോയ പരിശുദ്ധമായ ബുഖാരി ഗ്രന്ഥം ഇങ്ങനെ രചിച്ചിട്ട് സുബ്ഹാനല്ലാഹ് 18,000-ഓളം വരുന്ന ഗുരുനാഥന്മാര്, 6 ലക്ഷത്തോളം വരുന്ന ഹദീസുകളിൽ നിന്നാണ്. ബുഖാരി ഇമാം ബുഖാരി തങ്ങളുടെ റസൂലിന്റെ അത്ഭുതമാണ്. ബുഖാരി എന്ന ഗ്രന്ഥം രചിക്കുമ്പോ പരിശുദ്ധമാണ്. മദീനത്തിന്റെ ഓരത്ത് വന്നിരുന്നിട്ടാ ഓരോ ഹദീസുകളും പകർത്തി എഴുതുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ ഓരത്തതാ 2 റക്അത്ത് നമസ്കരിച്ചിട്ട് ആ ഓരോ നമസ്കാരത്തിലും അല്ലാഹുവിന്റെ റസൂലിന്റെ അനുമതിയോട് അവിടുത്തെ ഒത്താശയോട് അനുഗ്രഹാശിസ്സുകളോട് അതങ്ങ് എഴുതി തീർത്തുപോയ അത്ഭുതമാണ് ബുഖാരി.
വെറുതെ ഓതി തീർക്കേണ്ട ഒരു അത്ഭുതം മാത്രമല്ലത്. അത് എഴുതി വെച്ച ഇമാം ബുഖാരി തങ്ങൾ പോലും അവസാന സമയത്ത് വഫാത്തിന്റെ ഓരമാകുമ്പോ ഈ ബുഖാരി ഇങ്ങനെ എടുത്തിട്ട് നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ്. എന്റെ നെഞ്ചിനോട് ചേർത്ത് ഇങ്ങനെ പിടിച്ചിട്ട് മഹാനായ സയ്യിദുനാ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉറക്കാറുണ്ട്. സയ്യിദുനാ ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു തങ്ങള് അല്ലാഹുവിന്റെ റസൂലിനെ ഓരോ ഹദീസ് എഴുതുമ്പോൾ അല്ലാഹു തമ്പുരാനെ കാണാൻ ഭാഗ്യം കൊടുത്ത അത്ഭുതമായ മുത്തുനബിയോട് വല്ലാതെ ഹൃദയം ലയിച്ചുപോയ സയ്യിദുനാ ഇസ്മാഈൽ ബുഖാരി റളിയല്ലാഹു തആല അൻഹു അതാ ബുഖാരിയുടെ ഗന്ധമെടുത്തിട്ട് താൻ ക്രോഡീകരിച്ച നാട് തന്റെ നെഞ്ചത്തോട് വാറത്തോട് ചേർത്ത് പിടിച്ചിട്ട് കൂടെയുള്ളവരോട് പറയാ, ആഖിറത്തിലോട്ട് പോകുമ്പോ എനിക്കുള്ള തണലാ ഞാൻ കടന്നു പോകുന്നതായ ഖബറിന്റെ ഓരങ്ങളിലോ അതുപോലെ നാളെ മഹ്ശറിന്റെ ഓരങ്ങളിലോ ഹിസാബിന്റെ സന്ദർഭങ്ങളിലെല്ലാം എനിക്ക് കൂട്ടുണ്ടാകുമെന്ന് വിശ്വാസമുള്ളൊരു ഗ്രന്ഥം ഇത് മാത്രമാണ് സയ്യിദുനാ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു തങ്ങളങ്ങ് വഫാത്താവുക. സുബ്ഹാനല്ലാഹ്. മഹാനായ അബ്ദുൽ വാഹിദ് ഇബ്നു ആദം അത്വാസി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറയാ, ഞാൻ ഇങ്ങനെ ഒരു രാത്രി ഇങ്ങനെ കിടന്നുറങ്ങുന്നതാണ് സമയത്ത് അതാ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സുബ്രത്തി കാണുവാണ്. എന്തോരു പ്രകാശമാണ് മുസ്തഫ, എന്തോരാനന്ദമാണ് മുസ്തഫ. എന്റെ കുളത്തൂപ്പടി ഇവിടെ ഓരത്ത് കൂടിയ ഉമ്മ, എന്റെ സഹോദര, എത്ര സ്വലാത്തുകളാ നമ്മൾ ചൊല്ലിപ്പോയി, എത്രമാത്രം ഇബാദത്തുകളാ നമ്മൾ എടുക്കണേ. പക്ഷേ ഹൃദയത്തിൽ അല്ലാഹുവിന്റെ റസൂലിനെ ഒരു നോക്ക് മരിക്കണേ ഒരിക്കലെങ്കിലും ഒന്ന് കാണാതെ ഈ ലോകത്തിൽ നിന്ന് എന്റെ റൂഹെടുക്കല്ലേ അല്ലാ. ആശയുണ്ടോ മോളെ, കുരിക്കണേ മുത്തിനെ. ആ മഹാനായ അബ്ദുൽ വാഹിദ് ഇബ്നു ആദം അത്വാസി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറയാ, അല്ലാഹുവിന്റെ റസൂലിനെ ഞാൻ കാണുമ്പോഴും പോരഴകാണ്. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ ഒരു വരി വക്കത്ത് ഇങ്ങനെ നിൽക്കുകയാ. കൂടെ അബൂബക്കറുണ്ട്, ഉമറുണ്ട്, ഉസ്മാനുണ്ട് റളിയല്ലാഹു അൻഹും എല്ലാവരും കൂടെയുണ്ട്. അവരെല്ലാം പലതും ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്, എന്തോ ചർച്ച ചെയ്യുന്നുണ്ടോ. കൂട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂൽ എന്ത് ചെയ്തിട്ടും മാറാതെ ആരോ വരുന്നത് വഴിവെക്കലിങ്ങനെ കാത്തു നിൽക്കണ പോലെ, വഴിവെക്കലിങ്ങനെ കാത്തു നിൽക്കണ പോലെ എനിക്ക് തോന്നുമ്പോ ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, അവിടെ ആരെയാ കാത്തു നിൽക്കുന്നത് നബിയേ, ആരെയാണ് അന്വേഷിച്ച് നിൽക്കുന്നത് നബിയേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഞാൻ കാത്തു നിൽക്കുന്നത് ആരാന്നറിയോ? ഞാൻ കാത്തു നിൽക്കുന്നത് ഇസ്മാഈലുൽ ബുഖാരി റളിയല്ലാഹു അൻഹു തങ്ങൾ മഹാത്ഭുതത്തെയാ കാത്തിരിക്കണേ. അല്ലാഹുവിന്റെ റസൂൽ അങ്ങ് പറഞ്ഞു, മഹാനായ അബ്ദുൽ വാഹിദ് തങ്ങൾക്കറിയാം ഇമാം ബുഖാരി തങ്ങളെ. അല്ലാഹുവിന്റെ റസൂൽ അങ്ങ് പറഞ്ഞു കഴിഞ്ഞു, ഞെട്ടിയണീറ്റോ. അല്ലാഹുവിന്റെ റസൂലാ മഹാനായ ഇമാം ബുഖാരി തങ്ങൾ കാത്തു നിൽക്കണമെങ്കിൽ എന്തോര് ഇഷ്ടമാണ്. സാധാ നമുക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടേണ്ടത് ആ മുത്തുനബി ഇങ്ങോട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഇഷ്ടമുണ്ടല്ലോ. അല്ലാഹുവേ, പലപ്പോഴും ദുആ ചെയ്യുമ്പോ ചെയ്യാറുള്ളത്, അല്ലാഹ് നമ്മൾ ചെല്ലുന്ന ഒരു സ്വലാത്തെങ്കിലും ഞങ്ങളുടെ മുത്തുനബി ഒന്ന് ഇഷ്ടപ്പെട്ടെന്ന് തിരിച്ചു പറയുന്നൊരു ഭാഗ്യം ഞങ്ങളുടെ ജീവിതത്തിൽ തരണേ അല്ലാഹ്. ആ മഹാനായ അബ്ദുൽ വാഹിദ് തങ്ങൾ പറയാ, ഞാനതാ പോയിട്ട് മഹാനായ ഇമാം ബുഖാരി തങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങുകയാ. കാരണം അല്ലാഹുവിന്റെ റസൂല് കാത്തു നിൽക്കുകയാണല്ലോ. അത്ഭുതമൊന്ന് പറയാ, ഇമാം ബുഖാരി തങ്ങളെ അന്വേഷിച്ചിറങ്ങി വണ്ടി പിടിച്ചു നാട്ടിലെത്തി. ഇമാം ബുഖാരി തങ്ങളെ ഓരത്തെത്തുമ്പോഴാ അറിയുന്ന ഇമാം ബുഖാരി തങ്ങൾ 3 ദിവസങ്ങൾക്ക് മുമ്പ് വഫാത്തായി പോയി. മഹാനായ അബ്ദുൽ വാഹിദ് ഇബ്നു ആദം അത്വാസി റളിയല്ലാഹു തങ്ങൾ പറയാ, ഞാൻ ആ ദിവസം ഇങ്ങനെ കണക്ക് കൂട്ടി നോക്കുമ്പോ
എന്റെ സ്വപ്നത്തിലേക്ക് മുത്തുനബി ഇങ്ങനെ കാത്തു നിന്ന ദിവസമാണ്. അതേ മണിക്കൂറുകളായി ഇമാം ബുഖാരി തങ്ങൾ വിട പറഞ്ഞത്. നമ്മൾ ആദ്യം കേട്ടത് എന്താ? നെഞ്ചത്തോട്ട് ബുഖാരി ഇങ്ങനെ ചേർത്ത് വെക്കുമ്പോ ഇമാം ബുഖാരി തങ്ങൾ പറഞ്ഞു, എന്റെ ഖബറിലും എന്റെ ഹിസാബിലും എന്റെ സ്വർഗത്തിലും എനിക്ക് ഏറ്റവും ഉപകാരപ്പെടുന്നത് ഇതാ അത്ഭുതമേ മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവേ, നമ്മളും ആഗ്രഹിക്കുന്നല്ലാ ഒരു വട്ടമാ മുത്തിനെ കാണാതെ റൂഹെടുക്കല്ല റബ്ബേ, ഒരു വട്ടമാ മുത്തിനെ കാണാതെ റൂഹെടുക്കല്ല അല്ലാഹ്. അല്ലാഹു ഭാഗ്യം തരട്ടെ, അല്ലാഹു ഭാഗ്യം തരട്ടെ, അല്ലാഹു ഭാഗ്യം തരട്ടെ, അല്ലാഹു ഭാഗ്യം തരട്ടെ. ഓണംപള്ളി ഉസ്താദിന്റെ വഅദിനോട് ഇത് ചേർത്ത് വെക്കുക. അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. ഇന്ന് മുതൽ മരിക്കണ വരെ ഇനി ആ സുന്നത്ത് മറക്കൂല. ഏത് സുന്നത്താ? ചെരുപ്പ് ധരിക്കുമ്പോ വലതുകാലാദ്യം, അഴിക്കുമ്പോ ഇടതുകാലാദ്യം. വീട്ടിലോട്ട് ചെന്ന് കയറുമ്പോഴും വലതുകാല് കൊണ്ട് കയറണം, ഇടതുകാല് വെച്ചിറങ്ങണം. നമ്മൾ ഉമ്മമാര് പറയാം, മോനെ പരീക്ഷയ്ക്ക് പോകണല്ലേ, വലതുകാല് വെച്ചിറങ്ങി പോടാന്ന് പറയും. വീട്ടിലും അങ്ങനെ, വീട്ടിലും അങ്ങനെ. ഇനി വീട്ടിലോട്ട് കയറുമ്പോ നമ്മൾ കയറി കഴിഞ്ഞാൽ ഒരു 3 ഇഖ്ലാസ് ഓതുന്ന പതിവുണ്ടെങ്കിൽ വീട്ടിലോട്ട് എപ്പോഴും വലതുകാല് വെച്ച് കയറിയിട്ട് ഒരു ഇഖ്ലാസ് 3 ഇഖ്ലാസ് ഓതുന്ന പതിവുണ്ടെങ്കിൽ അവന്റെ ജീവിതത്തിലും ബിസിനസ്സിലും അള്ളാഹു ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കൂലെന്നൊരു മുഹമ്മദ് മുസ്തഫ. അള്ളാഹു വരുമ്പോൾ മനസ്സിലാക്കാനും പ്രവർത്തിക്കാനും ഭാഗ്യം തരട്ടെ. ഇൻഷാ ചെയ്യൂലേ? ചെയ്യൂലേ? നിർത്തുവാണ്, ദുആയിലേക്ക് കടക്കാൻ പോവാ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഈ പരിശുദ്ധ റബീഅ് തീരുന്നതിന് മുമ്പ് അങ്ങനെ ആശ്രയിക്കാൻ അല്ലാഹ് ആ മുത്തിനെ ഒരു നോക്ക് കാണിക്കാതെ നമ്മുടെ മരിപ്പിക്കല്ലേ അല്ലാഹ്, ഒരിപ്പിക്കല്ലേ അല്ലാഹ്, ഒരിപ്പിക്കല്ലേ അല്ലാഹ്. വൈകിയ വേളയാണ്, ഒരുപാട് പറയണമെന്നുണ്ട്. അല്ലാഹു സ്വീകരിക്കട്ടെ. ഇരിക്കലാവാം ഒന്ന് എഴുന്നേറ്റ് 3 സ്വലാത്തിലിട്ടങ്ങ് ഇരുന്നാ കൊള്ളാം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. അങ്ങനെ പോരാ, എല്ലാം നല്ലോണം കണ്ണടച്ച, നല്ലതുപോലെ കണ്ണടച്ച അടച്ചോ. ഇനി എത്രയോ ദിക്റും സ്വലാത്തും ഒക്കെ നമ്മൾ ചൊല്ലിയിട്ടുണ്ട്. അല്ലാഹു അതൊക്കെ സ്വീകരിക്കട്ടെ. പക്ഷെ അല്ലാഹ് ഇപ്പൊ ഞാൻ എന്റെ മുത്തിനെ കൊതിച്ച് ഇമാം ബുഖാരി തങ്ങളെ പോലെ ഈ ചെയ്യുന്ന സ്വലാത്ത് മദീനത്തിന്റെ ഓരത്ത് മുത്തുനബി അറിയുന്ന സ്വലാത്താക്കണേ അല്ലാഹ്. ആ ബറക്കത്ത് കൊണ്ട് എന്റെ ജീവിതത്തിൽ മുത്തിനെ മരിക്കുന്നതിന് മുമ്പ് കാണാൻ ഭാഗ്യം തരണേ അല്ലാഹ്. ആ മദീനത്തിന്റെ പച്ചക്കുപ്പ പോയവരൊന്ന് ഓർക്കി, അല്ലാത്തവര് ഫോട്ടോയിൽ ഇങ്ങനെ കണ്ടെന്ന് കൊതിക്കി, എന്നിട്ട് ഉറക്കെ ഹൃദയം പൊട്ടി കണ്ണു നിറയെ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. الله ഈ സ്വലാത്തിനെ സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم إني أسألك باسمك الأعظم المكتوب من نور وجهك الأعلى المؤبد الدائم الباقي المخلد في قلب نبيك ورسولك سيدنا محمد صلى الله عليه وسلم. وأسألك باسمك العظم الواحد بوحدة الأحد المتعالي وحدة الكلم والعدد المقدس أن كل أحد بحق بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. اللهم صل على
سيدنا محمد سر حياة الوجود والسبب الأعظم لكل موجود صلاة تثبت في قلوبنا الإيمان وتحفظنا القرآن وتفهمنا منه الآيات وتفتح لنا بها نور الجنة ونور النعيم ونور النظر إلى وجهك الكريم اللهم صل على سيدنا محمد ما اختلف الملوان وتعاقب الأسرار وكر الجديدا واستقل الفرقدا بلغ روحه وأرواح أهل بيته منا التحية والسلام وبارك وسلم عليه الله 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 ربي الله ഞങ്ങളെ എല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ലാഹ് ഞങ്ങൾ ചൊല്ലിയ പരിശുദ്ധമായ സ്വലാത്ത് മദീനയുടെ മണവാളൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓരത്തെത്തിക്കണേ അല്ലാഹ് അല്ലാഹ് നബി നോക്കിക്കാണുന്ന അവിടുത്തെ നവറുടെ മജ്ലിസ് ആക്കണേ അല്ലാഹ് അവിടുത്തെ നസറുടെ മജ്ലിസ് ആക്കണേ അല്ലാഹ് അല്ലാഹുവേ ഇവിടുത്തെ പുന്നാര മക്കൾ അഹ്ലി ബൈത്ത് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റാത്തുകളിൽ എത്തിക്കണേ അല്ലാഹ് അസ്വാജ് റസൂലുള്ളാഹ് ഹദ്റാത്തിൽ എത്തിക്കണേ അല്ലാഹ് ബദരീങ്ങളും മുഹരീങ്ങളും അടങ്ങുന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ ഇഷ്ടപ്പെട്ടു പോയ സ്വഹാബത്തിന്റെ ഓരത്തെത്തിക്കണേ അല്ലാഹ് പടച്ചവനെ അക്താബുൽ അർബഅത്തും ഇമ്മത്തുൽ അർബഅത്തും അടക്കമുള്ള പടച്ച റബ്ബേ അല്ലാഹുവിന്റെ റസൂലിനെ ഇന്ന് വരെ ഒരുപാട് കണ്ടവരാരാണല്ലോ ആ മുത്തിനെ കാണാൻ കൊതിച്ചുകൊണ്ട് കോടിക്കണക്കാണ് സ്വലാത്തിൽ ചൊല്ലി ചൊല്ലി ജീവിച്ചവരാരാണല്ലോ പടച്ചവനെ നിന്റെ മുത്തുനബിയെ കണ്ടവര് മുത്തുനബിയെ കേട്ടവര് അല്ലാഹുവിന്റെ റസൂലിനെ സ്വലാത്ത് ചൊല്ലി ചൊല്ലി വല്ലാതെ റസീദുൽ ബഗ്ദാദി തങ്ങളെ പോയി പൊട്ടിക്കരഞ്ഞ് വീർപ്പ് മുട്ടിയവരുടെ അല്ലാഹുവിന്റെ റസൂലിന്റെ മുസറവാന ആദരങ്ങൾ കൊണ്ട് അല്ലാഹുവേ ചുരുചുംബനങ്ങൾ കിട്ടിയ എത്രയോ മഹത്തുക്കളാ അവിടെയൊക്കെ ഹദറാത്തുകളിലേക്ക് അല്ലാഹുവിന്റെ റസൂലിനെ കൊതിച്ചുപോയ സാധുക്കളാണ് ഉമ്മമാരുടെ മക്കൾ മുതഅല്ലിമീങ്ങൾ സഹോദരങ്ങൾ സഹോദരിമാർ ഇവരെ സ്വലാത്തുകളും എത്തിച്ചു നൽകണേ അല്ലാഹ് ഞങ്ങളെ ഉപ്പമാര് പാപ്പമാര് മശായിഖന്മാര് ആസ്ഥാനിക നേതാക്കള് അഹ്ലുസുന്നയുടെ ലോകത്തിന്റെ കോണിലുള്ള മഹത്തുക്കള് എല്ലാവരുടെ ഹദറാത്തിലും എത്തിക്കണേ അല്ലാഹ് ദറജാത്തുകൾ ഏറ്റി നൽകണേ അല്ലാഹ് ദറജാത്തുകൾ ഏറ്റി നൽകണേ അല്ലാഹ് അവരെ നല്ലത് ഞങ്ങൾക്ക് തരണേ അല്ലാഹ് ഇമാമുനാ ബുഖാരി റളിയല്ലാഹു അവിടുന്ന് ഗൗനിക്കുന്ന മജ്ലിസ് ആക്കണേ അല്ലാഹ് അവിടുന്ന് ഇടപെടുന്ന മജ്ലിസ് ആക്കണേ അല്ലാഹ് ആ മുത്തുനബിയുടെ ബറക്കത്ത് കൊണ്ട് ഇമാം ബുഖാരി തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ജീലാനി തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് റിഫായി തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഹബ്ബീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ഈ സദസ്സ് സ്വീകരിക്കണേ അല്ലാഹ് ഖബൂലിയത്തുള്ള സദസ്സാക്കണേ അല്ലാഹ് എന്തെല്ലാം ഏതെല്ലാം മുറാദുകളോട് ആവശ്യങ്ങളോട് ഇവിടെ വലിയൊരു ലിസ്റ്റ് വായിച്ചിട്ടുണ്ട് അതിൽ ആരെല്ലാം ഭാഗവാക്കായോ അല്ലാഹുവേ 10 ലക്ഷം കൊടുത്തവര് 24,000 വീതം വാസം തോറും കൊടുക്കുന്നവരല്ലോ പടച്ചവനെ ഇമാം ബുഖാരി തങ്ങളെ പോലെയുള്ള മഹത്തുക്കളുടെ ബുഖാരി എന്ന ഗ്രന്ഥം പോലും പഠിക്കാൻ കൊതിച്ചുകൊണ്ട് അല്ലാഹുവേ ഇൽമിന്റെ ലോകത്ത് പുറപ്പെട്ടു പോയ പുന്നാര മക്കള് അല്ലാഹുവേ താരകങ്ങളെ പോലെ മാലാകമാര് പോലും ആദരിക്കുന്ന അത്ഭുത മക്കളെ ഏറ്റെടുക്കാൻ മനസ്സ് കാണിക്കുന്നവരുടെ എല്ലാവരുടെ
മുറാദുകളും എന്താണോ അറിയുന്നവനു നീയാ. എല്ലാ മുറാദുകളും ഹസനാത്ത് നൽകണേ അല്ലാ. എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി കൊടുക്കണേ അല്ലാ. എല്ലാ സ്വപ്നങ്ങളും പൂവണിയിച്ച് കൊടുക്കണേ അല്ലാ. ഇവിടെ വന്ന നിമിഷം മുതൽ ആരെല്ലാം എന്തെല്ലാം സങ്കടങ്ങളാ, പ്രയാസങ്ങളാ, പ്രതിസന്ധികളാ പറഞ്ഞത് എല്ലാവർക്കും ശരിയായ പൂർണ്ണമായ താമാണ പരിഹാരം അല്ലാഹുവേ ശരിയായ മഖ്റജ് നീ തന്നെ തുറന്നു കൊടുക്കണേ അല്ലാ. പടച്ചറബേ ദിവസത്തോട് ഞങ്ങളോട് കൊണ്ട് വസിയത്ത് ചെയ്യുന്ന എത്രയോ സഹോദരങ്ങളാ, ഉമ്മമാരാ, പൊന്നുമക്കളാണ്. എല്ലാവരുടെ ആവശ്യങ്ങളും നിറവേറ്റണേ അല്ലാ. ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന എത്രയോ സഹോദരങ്ങളാണ്, ഉമ്മമാരാണ്, മുതഅല്ലിമീങ്ങളാണ്. അല്ലാഹുവേ ആമീൻ പറയാന് എവിടെ വന്നാലും ഓടി വരുന്നവരുടെ ഈ സദസ്സിൽ എത്രയോ ഉമ്മമാരാണ്. അല്ലാഹുവേ യുവതികളാണ്, യുവാക്കളാ, മുതഅല്ലിമീങ്ങളാ. നിന്റെ മാലാഖമാര് പെയ്തിറങ്ങുന്ന അത്ഭുതമാണ് സദസ്സാ. ആ മാലാഖമാരുടെ ആമീൻ ഞങ്ങൾക്ക് തരണേ അല്ലാ. ആമീൻ ഞങ്ങൾക്ക് തരണേ അല്ലാ. പടച്ചറബേ ഞങ്ങൾ ഓരോ മനസ്സിലും എന്തല്ല അല്ലാഹുവേ ലൈവിലൂടെ അടക്കം ഈ ദുആ പറയണോരോ ഓരോ മനസ്സിലും എന്തെല്ലാം വിഷമങ്ങളാ, പ്രയാസങ്ങളാണ് ദൂരത്താക്കണേ അല്ലാ. സലാമത്ത് നൽകണേ അല്ലാ. ഒരാളെ ചതിയിലും ഞങ്ങളെ പെടുത്തല്ല റബ്ബേ. ഒരാളെ ചതിയിലും ഞങ്ങളെ പെടുത്തല്ല അല്ലാ. ഒരാളെ കുതന്ത്രങ്ങളിലും ഞങ്ങളെ പെടുത്തല്ല അല്ലാ. ജീവിക്കുന്ന കാലം ഒരാളെ മുന്നിലും കൈനീട്ടേണ്ട ഗതികേടില്ലാതെ ഇസ്സത്തോടെ ആഫിയത്തോടെ ജീവിക്കാനുള്ള തൗഫീഖ് തരണേ അല്ലാ. പടച്ചവനെ ഈ കുളത്തൂപ്പയുടെ ഓരങ്ങളല്ല അല്ലാഹുവിന്റെ റസൂലിനെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് പ്രണയിക്കുന്ന അല്ലാഹുവേ വരും ദിവസങ്ങളിലാ മുത്തുനെയൊന്ന് കാണാ കൊതിച്ചുകൊണ്ട് വീർപ്പുമുട്ടുന്ന ഹൃദയങ്ങളുള്ള സഹോദരങ്ങളാക്കണേ അല്ലാ. ഇടങ്ങളാക്കണേ അല്ലാ. ഈ റബീഉൽ ഏറ്റവും ആനന്ദിക്കുന്ന സ്ഥലമാക്കണേ അല്ലാ. എല്ലാവിധமான ഖൈറിന്റെ ബറക്കത്തിന്റെ ഒത്തൊരുമയുടേതായ ഓരത്ത് തരണേ അല്ലാ. ഈ നാടിന്റെ ചൂടും ചൂരുമായ എല്ലാമെല്ലാമായ പ്രിയപ്പെട്ട അസ്റഫ് ഉസ്താദുമായി പ്രിയ കൂട്ടുകാരൻ ആഫിയത്ത് നൽകണേ അല്ലാ. ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാ. മാതാവിനടക്കം എല്ലാവിധ ഖൈറും സമാധാനവും പ്രദാനം ചെയ്യണേ അല്ലാ. അല്ലാഹുവേ താജുദ്ദീൻ ഉസ്താദ് നല്ല ബറക്കത്തുള്ള ദർസാക്കണേ റഹ്മാനേ. അവിടുത്തെ തഅലീമിൽ വലിയ ബറക്കത്ത് പ്രദാനം ചെയ്യണേ അല്ലാ. ഇമാം ബുഖാരി തങ്ങളെ പൊരുത്തം നേടാൻ കൊതിച്ചുകൊണ്ട് ദർസ് നടത്താൻ നേടുന്ന പ്രിയപ്പെട്ട മുദരിസാവാനും ഭാഗ്യം കൊടുക്കണേ അല്ലാ. അമ്മാത് വാക്കവി ഞങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോനാണ്, ബറക്കത്ത് കൊടുക്കണേ അല്ലാ. ആ പൊന്നുമക്കൾക്കും റാഹത്ത് നൽകണേ അല്ലാ. ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടതായ ലബ്ബ സാഹിബ് അടക്കമുള്ള സലീം സാഹിബ് അടക്കമുള്ള ഈ പള്ളിയുടെ ഭാരവാഹികൾ ഓരോ അംഗങ്ങള് അല്ലാഹുവേ എനിക്കറിയുന്നതും അറിയാത്തതുമാണ് ഉലമാക്കള്. എല്ലാവരിലും ഖൈറു ചെയ്യണേ അല്ലാ. ഇവിടെ വന്ന നിമിഷം മുതൽ ഞങ്ങളെ സ്വീകരിച്ചവരാനുഗിച്ചവരല്ലാ, വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയവരെല്ലാവർക്കും ഖൈറു നൽകണേ റബ്ബേ. ഞങ്ങളുടെ ഉദ്ദേശങ്ങളും സ്വപ്നങ്ങളും സഫലമാക്കണേ അല്ലാ. ആവശ്യങ്ങൾ നിറവേറ്റണേ അല്ലാ. ദുനിയാവിന്റെ ജീവിതത്തിൽ ഏതെല്ലാം മാർഗങ്ങളാ ജീവിതത്തിൻ്റെതായ ഉറവിടങ്ങളായി നീ തന്നത്, അതിൽ വർദ്ധനവ് നൽകണേ അല്ലാ. ഞങ്ങളെ വരുമാന മാർഗങ്ങളിൽ വർദ്ധനവ് നൽകണേ അല്ലാ. ഇവിടെ വായിച്ചു പോയ ലിസ്റ്റിൽ ഏതെല്ലാം പേരുകളാണ്, അവർക്കെല്ലാം സാമ്പത്തികമാണ് ഔന്നിത്യം നൽകണേ അല്ലാ. കുടുംബങ്ങളിൽ സമാധാനം നൽകണേ അല്ലാ. എല്ലാത്തിലും ഒരു പകർച്ചവേദി പോലെ കടന്നു വരുന്ന പല രോഗങ്ങളെ തൊട്ടു, ക്യാൻസർ, ബ്രെയിൻ ട്യൂമർ, കിഡ്നി തകരാറ് പോലെ പല രോഗങ്ങളെ തൊട്ടു ഞങ്ങളെ എല്ലാരെയും കാത്തോണേ അല്ലാ. ഞങ്ങളെ കാഴ്ചകൾ നഷ്ടപ്പെടുത്തല്ല അല്ലാ. ഞങ്ങളുടെ കേൾവികൾ നഷ്ടപ്പെടുത്തല്ല അല്ലാ.
അല്ലാഹുവേ ഷുഗർ പോലെ കൊളസ്ട്രോൾ പോലെ മുട്ടുവേദന പോലെ ഊരവേദന പോലെ എന്നല്ല രോഗങ്ങളെ കൊണ്ട് വലയുന്നവരാ പാവാട സമരം നൽകല്ല. ഈ സദസ്സിൽ എന്ത് പറഞ്ഞാലും അതൊക്കെ വല്ല അമലാക്കലല്ല. എല്ലാത്തിലും ഉപരി ഈ പരിശുദ്ധ റബീഉ, ഈ പരിശുദ്ധ റബീഉലല്ലാഹ് പടച്ചവനെ എത്രയോ ഉസ്താദുമാർ ഉലമാക്കൾ അല്ലാഹുവേ പാതിരാത്രി പോലും ആമീൻ പറയാൻ കാത്തിരിക്കുന്നവര് അല്ലാഹ് മുത്തുനബിയുടെ ഓരത്ത് വരുമ്പോ ഞങ്ങളൊന്ന് കൈപിടിക്കണേ എന്ന് പറയണ എത്ര പേരാ. അല്ലാഹുവേ ഞങ്ങൾ പോലും പ്രശ്നത്തിലാണ്, നിന്റെ മുത്തിന്റെ പൊന്നുമോഹനായതുകൊണ്ട് അവര് കൊതിക്കയാണ്. അല്ലാഹ് കബൂലിയത്തുള്ളവരിൽ പുലുത്തണം റഹ്മാൻ. പടച്ചവനെ ഞങ്ങളെ കൈപിടിക്കാതെ കാത്തിരിക്കുന്നവരുണ്ട്, അവരെ എല്ലാവരും രക്ഷപ്പെടുത്തണേ അല്ലാഹ്. പരിശുദ്ധ സ്വർഗത്തിൽ ആരംഭ റസൂലുള്ളാഹ് തങ്ങളെ ഓരത്തെത്താനുള്ള ഭാഗ്യം തരണമല്ല. ഈ ലോകത്ത് എത്ര കാലമാ ഞങ്ങൾ ജീവിക്കുക? ഇന്ന് പോയി കിടന്നുറങ്ങിയാൽ ഈ പാവപ്പെട്ട തങ്ങൾ നാളെ സദസ്സിൽ ദുആക്ക് പോകോന്നറിയില്ലല്ലോ അല്ലാ. കിടപ്പിലെങ്കിരുന്ന് പോയാ രാവിലെ മുതൽ അല്ലാഹുവേ ഓടി കാണാൻ വരുന്ന ജനങ്ങൾ വന്ന് നിൽക്കുമ്പോ തങ്ങൾ വഫാത്തായെന്ന വാർത്തയാണ് നിന്റെ തീരുമാനമെങ്കിലല്ല അത് തടയാ ഞങ്ങളാളല്ലല്ലോ, ഞങ്ങൾക്കതിൽ ഇടപെടാനൊരു കഴിവുമില്ലല്ലോ അല്ലാഹ്. ഈ ദുനിയാവിൽ നിന്ന് വിട പറയേണ്ട ഏത് നിമിഷമാണ് നിനക്കറിയാ. അത് ഞങ്ങൾ നിന്നെ ഇങ്ങനെ വല്ലാതെ ഇഷ്ടപ്പെടുമ്പോ, നിന്റെ ഹബീബിനെ വല്ലാതെ കൊതിക്കുമ്പോഴല്ല നിനക്കും ഞങ്ങളോട് വലിയ താല്പര്യമുള്ളപ്പോഴല്ലാതെ ഞങ്ങളെ റൂഹെടുക്കല്ലേ അല്ലാ. മരിക്കണേന് മുമ്പ് നിങ്ങളെ കൊതിയാണ്. ഇരിക്കണവരെല്ലാം ആവേശത്തോടെ കൈപൊക്കി കൊതിച്ചതാ മദീനയുടെ മണവാളനേ നബി മുഹമ്മദ് മുസ്തഫ. ആ മുത്ത് ഹബീബിനെ ഒരു നോക്ക് കാണാ. മരിക്കണേന് മുമ്പ് ഞങ്ങൾക്ക് വിധി കൂട്ടണേ അല്ലാ, വിധി കൂട്ടണേ അല്ലാ. കണ്ടാലെന്തോരാനന്ദമാണ് മുസ്തഫ, കണ്ടാലെന്തോരാനന്ദമാണ് മുസ്തഫ, എന്തോരാനന്ദമാണ് മുസ്തഫ. ഇനിയും ഒരുപാട് മുത്തിനെ കാണാൻ അവിടത്തെ മുസറപാട് ചുണ്ടുകൾ കൊണ്ട് ചുംബനങ്ങൾ ാതെ പുതിയുണ്ട്. തൗഫീഖ് ചെയ്യണേ അല്ലാഹ്, തൗഫീഖ് ചെയ്യണേ അല്ലാഹ്, തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. അടുത്ത മാസം ഞങ്ങൾ മുത്തിന്റെ ഓരത്ത് വരുമ്പോ അല്ലാഹ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങളിരുന്ന ഇടങ്ങളിൽ, ജീലാനി തങ്ങളിരുന്ന ഇടങ്ങളിൽ, ഹംബലി ഇമാം അല്ലാഹുവേ മുത്തിനോട് പരാതി പറഞ്ഞ ഇടങ്ങളിൽ ഒന്നിരിക്കാനും അവിടെ ഇരിക്കുമ്പോൾ മുത്തിനെ ഒന്ന് കാണാനും ആ മുത്തമൊന്ന് കിട്ടാനും ഭാഗ്യം ചെയ്യണേ അല്ലാഹ്, തൗഫീഖ് നൽകണേ അല്ലാഹ്. ഈ പരിപാടി വന് വിജയമാക്കണേ അല്ലാഹ്. എല്ലാവരുടെ ഹൃദയത്തിലും മുത്തുനബിയോട് വലിയ ഇഷ്ടം നീ നൽകണം റഹ്മാനേ, വലിയ ഇഷ്ടം നൽകണേ അല്ലാഹ്. ഈ പറമ്പും ഇതിനു വേണ്ടി ഓടി നടന്നവരെ സഹായിച്ച് സഹകരിച്ചവർ, പോസ്റ്റർക്കാരും മൈക്കും സൗണ്ടും ലൈറ്റും ഒക്കെ ഇട്ടവർ എല്ലാവരിലും വലിയ ബറക്കത്ത് നൽകണം റഹ്മാൻ. എല്ലാവിധ വിജയങ്ങളും നൽകണം റഹ്മാൻ. അല്ലാഹ് ഈ സദസ്സിൽ വന്ന ഒരാളെയും പരാജയത്തിലേക്കല്ല അല്ലാഹ്. പടച്ചവനെ ഓണപ്പള്ളി മുഹമ്മദ് ഫൈസി ഉസ്താദ് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാഹ്. ഞങ്ങൾക്കും അവർക്കുമൊക്കെ സുന്നത്തി വൽ ജമാഅത്തിന് വേണ്ടി അല്ലാഹുവേ ആര് വെറുത്താലും ആര് വെറുത്താലും ഇസ്സത്തോടെ പെരുമാറാനും പ്രതികരിക്കാനും വലിയ തൗഫീഖ് നൽകണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് اللهم صل على محمد والآل أهل البيت سلم. എല്ലാവരും ഇത് പോയി കിടക്കണേന് മുമ്പ് പറഞ്ഞ സുന്നത്ത് മറക്കരുത്. കിടക്കണേന് മുമ്പ് ഒരു 100 സ്വലാത്ത് പരിശുദ്ധ റബീഉൽ മുത്തലിബിക്ക് എല്ലാ ദിവസവും ചൊല്ലുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.